എന്നാ പറ്റിയ ആ പടം വിഷമിച്ചിരിക്കണേ? നൈറ്റ് ഡ്യൂട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? നൈറ്റ് ഡ്യൂട്ടി ഒക്കെ നല്ല ഡ്യൂട്ടി ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ രാവിലെ എന്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന നളിനിയില്ലേ, നഴ്സ് നളിനി. ഓ, നളിനിനെ പിന്നെ അറിയുമെന്നോ? നളിനി തള്ളിന്റെ ആശാത്തിയാ. എന്നാ എന്നെ കണ്ടപ്പോ പറയാ ഞാൻ ഷാരൂഖ് ഖാനെ പോലെ ആയിരിക്കണേ. ഒന്ന് പോഴ്ത്തിയേക്കാന്നും പറഞ്ഞു അവള് സൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. മത്തായി സാറിന് ഇന്നലെ രാത്രി അവള് സ്വപ്നം കണ്ട് ഇപ്രാവശ്യം ക്രിസ്മസ് ബമ്പർ അടിച്ചു എന്നും പറഞ്ഞോണ്ട്. മത്തായിക്ക് ക്രിസ്മസ് ബമ്പർ അടിച്ചു? എന്നിട്ട് അത് കേട്ട പാതി കേൾക്കാത്ത പാതി പുള്ളി യു ആർ സസ്പെൻഡഡ് എന്നങ്ങ് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തു. എന്തിനാ ചുമ്മാ ലോട്ടറി അടിച്ചു സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഇത് പൊക്കി പറഞ്ഞാൽ ആ പുള്ളി സസ്പെൻഡ് ചെയ്തു? ആ പുള്ളി ഇപ്പൊ ഗുളിയൊന്നും കഴിക്കണല്ലേ? എന്നാന്നൊന്നും അറിയത്തില്ല. അവള് ഭയങ്കര കരച്ചില്, പുള്ളിയൊന്നും കേൾക്കുന്നുമില്ല. ഞാൻ പറയാനൊന്നും അവൻ സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ അവളെ ഒന്ന് ആശ്വസിപ്പിച്ച് വെച്ചിട്ടാ ഇപ്പൊ വന്നേക്കണേ. അച്ചായനോട് ഞാൻ പറയാം. അച്ചായന് മത്തായി സാറിനുമായിട്ട് അറിയാവുന്നല്ലേ, ഒന്ന് ഫോൺ വിളിച്ചൊന്ന് സംസാരിച്ചു നോക്കാം. അല്ലാതെ മത്തായി ചുമ്മാ എന്നാ പറയുന്ന ഒരു സുഖമില്ലാത്ത ആളാണല്ലോ. എനിക്ക് പലപ്പോഴും വട്ടനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ സ്വപ്നം കണ്ടു ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാഫിനെ സസ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നാ വിളിക്കാൻ പറ്റണം. അത് ചോദിച്ചിട്ട് ഞാൻ കാര്യമുള്ളൂ. മത്തായിയുടെ നമ്പർ എന്നെ കിട്ടും. മത്തായി ഇതല്ലേ നമ്മുടെ വട്ടം മത്തായി തന്നെ അടിച്ചിട്ടാണ് പുള്ളിക്ക്. അത് തന്നെ മതി, വട്ടം മത്തായി ആണല്ലോ പുള്ളിക്കിട്ട്. ആർക്കും പോകുന്നുണ്ട്. ബില്ല് പോകുന്നുണ്ട്. ഹലോ, മത്തായി സാറാണോ? ഹലോ, എന്തൊക്കെയുണ്ടോ വിശേഷം? സുഖാണോ? മത്തായി സാറേ, ഇത് സാറിന്റെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സ് സൗമ്യയുടെ ഭർത്താവാ. സാറിന് പരിചയമുണ്ട്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. സാറേ, നമ്മുടെ ഭാര്യ എന്ന് ഇവിടെ വന്ന് ഭയങ്കര കരച്ചിലാണല്ലോ. അവളുടെ കൂടെ ജോലി ചെയ്യുന്ന നേഴ്സ് നളിനീനെ സസ്പെൻഡ് ചെയ്തു. സാറ് അകാരണമായിട്ട് സസ്പെൻഡ് ചെയ്തു എന്നൊക്കെയാണല്ലോ അവള് എന്ന് പറഞ്ഞത്. നളിനിയും ഭയങ്കര കരച്ചിലാ. അപ്പൊ അവര് സാറിനോടൊന്ന് സംസാരിക്കാനായിട്ട് പറഞ്ഞു. സാറ് എന്തിനാ സാറേ അവളെ സസ്പെൻഡ് ചെയ്ത്? അവള് പറഞ്ഞത് സാറിന് ലോട്ടറി അടിച്ചത് അവള് സ്വപ്നം കൊണ്ടെന്നല്ലേ പറഞ്ഞത്. ക്രിസ്മസ് നമ്പർ സാറിന് കിട്ടിയതായിട്ട് സാറിനൊന്ന് പുകഴ്ത്തിയതല്ലേ സാറേ? ഇത് ചുമ്മാ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞതിന് സാറ് സസ്പെൻഡ് ചെയ്യാൻ അത്? എടോ, ഞാൻ നേഴ്സ് നളിനിയെ സസ്പെൻഡ് ചെയ്തതേ അവളിവിടെ രാത്രി കിടന്ന് ഉറങ്ങിയിട്ടാ. അവൾ ഇറങ്ങിയത് കൊണ്ടാണല്ലോ രാത്രി സ്വപ്നം കണ്ടത്. കിടന്നുറങ്ങാതെ ആരേലും സ്വപ്നം കാണുകയുള്ളൂ. ഇച്ചിരി ബുദ്ധിയൊക്കെ ആലോചിക്കണ്ടേ? ഉറങ്ങാനല്ലല്ലോ നമ്മളിവിടെ ശമ്പളം കൊടുക്കുന്നത്. അയ്യോ, അപ്പൊ അതായിരുന്നു കാര്യം. ദൈവമേ, അവള് എല്ലാ പ്രാവശ്യം ചെയ്തെന്ന് പറഞ്ഞു ഇപ്രാവശ്യം പണി കിട്ടിയല്ലോ. അതാണ് പറഞ്ഞത്, ചുമ്മാ വെറുതെ തള്ളരുത്, തള്ളി മറക്കരുത്.